ദേശതാൽപര്യ വിരുദ്ധമായതൊന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകരുത് എന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം. സൈനിക നീക്കങ്ങളുടെ തത്സമയ സംപ്രേഷണം അടക്കം നിരോധിച്ചു. സേനാ നീക്കങ്ങളെക്കുറിച്ച് സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത നൽകാനും പാടില്ല. അതിനിർണായകമായ വിവരങ്ങൾ കുറിച്ചുള്ള പ്രാഥമിക വെളിപ്പെടുത്തൽ പോലും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മാധ്യമങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള വാർത്താ നൽകൽ ശൈലി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. 7 നിർദ്ദേശങ്ങളാണ് മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത്. എല്ലാം പ്രതിരോധ വകുപ്പിന്റെ അറിവോടെയാണെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഏതു നിമിഷവും ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കാം. ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളോട് കരുതൽ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിംഗിന്റെ ആവശ്യകത മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാർഗിൽ യുദ്ധവും മുംബൈ ഭീകരാക്രമണവും കാണ്ഡഹാർ വിമാന റാഞ്ചിലും എല്ലാം പലതരത്തിൽ പ്രതിസന്ധിയിലായത് ഉത്തരവാദിത്തമില്ലാത്ത മാധ്യമ പ്രവർത്തനം മൂലമാണെന്ന സൂചന കേന്ദ്ര വകുപ്പിന്റെ കുറിപ്പിലുണ്ട്. ഈ സാഹചര്യത്തിൽ ദേശസുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കണം. ധാർമ്മിക ഉത്തരവാദിത്തം പോലെ അത് ഏറ്റെടുക്കണം. സൈനിക നീക്കങ്ങളും മറ്റും പുറത്തേക്ക് പോകില്ലെന്ന് ഉറപ്പിക്കുന്ന വണ്ണമാകണം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടത്. ഭീകരവിരുദ്ധ നീക്കങ്ങളൊന്നും തത്സമയം കാണിക്കരുത്. സർക്കാർ പ്രതിനിധികളുടെ വിശദീകരണം കൊടുക്കുന്ന തരത്തിലേക്ക് സേനാ നീക്കങ്ങളെ വാർത്താ നൽകൽ മാറണമെന്നാണ് ആവശ്യം. ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അവസാനിക്കും വരെയാണ് ഈ നിബന്ധനയ്ക്ക് പ്രാബല്യമുള്ളത്. അതായത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ ശ്രദ്ധിക്കണമെന്നാണ് ആവശ്യം. ഉത്തരവാദിത്ത ബോധം എല്ലാവരും കാട്ടണമെന്നാണ് ആവശ്യം. പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സുരക്ഷാ സേനകളുടെയും നീക്കങ്ങളിൽ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സംവിധാനമുണ്ടാകും. വീഴ്ചയുണ്ടായാൽ കർശന നടപടികൾ സ്വീകരിക്കും. മാധ്യമങ്ങൾ തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നത് ശത്രുപക്ഷത്തെ സഹായിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പറഞ്ഞു. ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിൽ നിന്നും മീഡിയ വണ്ണിനെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ട്. ഇതും പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കും. മാധ്യമങ്ങൾക്ക് വേണ്ടി ഇനിയും മാർഗനിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എക്സ്ക്ലൂസീവുകളിലൂടെ രാജ്യ രക്ഷ തകർക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ മുൻകരുതലുകളെല്ലാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ച് ഇന്ത്യ മുന്നോട്ടു പോവുകയാണ്. രഹസ്യാന്വേഷണ സംഘങ്ങളുടെ റിപ്പോർട്ടും ഭീകരാക്രമണം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണവും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്കിലേക്ക് തന്നെയാണ്. അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ഇതു സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ധരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ചുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യ നയതന്ത്ര കുറിപ്പ് നൽകി. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്ക പരിഹാര ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറിയേക്കും. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടി.